ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായി നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണ്. MRS എന്ന് ഷോർട്ടാക്കി നമുക്ക് പറയാം. ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഡിഫറൻസ് കർവുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ് തന്നെയാണ് MRS, മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. എന്താണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നോക്കാം. The slope of the indifference curve is known as the margin rate of substitution. നിസ്സംഗത വക്രത്തിന്റെ അല്ലെങ്കിൽ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിനെ അല്ലെങ്കിൽ അതിന്റെ ചെരിവിനെയാണെന്ന് പറയുന്നത് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എന്ന് പറയുന്നു. ഇതിലെ രണ്ട് വസ്തുക്കളാണ് വരുന്നത്, ഗുഡ് 1 ആൻഡ് ഗുഡ് 2. എക്സ് വൈ എന്ന് നമുക്ക് അതിനെ കാണിക്കാം. എക്സ് എന്ന് പറയുന്ന ഗുഡ് ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വൈ എന്ന് പറയുന്ന ഗുഡ് 2 അത് എന്താണ് ഒരു യൂണിറ്റ് ഡിക്രീസ് ചെയ്യുന്നു. രണ്ടും ഒരേ അനുപാതത്തിൽ എന്താണ് വ്യത്യാസപ്പെടുന്നു എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാനാണ് സാധിക്കുന്നത്. ഇതിനെയാണ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനൊരു ഇക്വേഷൻ വരുന്നുണ്ട്. അപ്പോൾ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദി ടു ഗുഡ്സ് ഡെൽറ്റ വൈ by delta x, that is MRS. MRS is equal to absolute value of the delta y by delta x, അല്ലെങ്കിൽ കേവല മൂല്യം ഡെൽറ്റ വൈയുടെ കേവല മൂല്യം ബൈ ഡെൽറ്റ എക്സ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് മാർജിൻ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ദ ലോ ഓഫ് ഡിമിനിഷിംഗ് എന്ന് പറയാനുള്ള കാരണം, ഒരു ഗുഡ് അതായത് ഗുഡ് 1 എക്സ് എന്ന് പറയുന്ന ഗുഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗുഡ് 2 വൈ എന്ന് പറയുന്ന ഗുഡ് 2 ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യുന്നു. അപ്പോൾ ഇവ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഡിമിനിഷ് ചെയ്ത് വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് അതിൽ ടേബിളും ഡയഗ്രാം വരച്ചത് നമുക്ക് നോക്കുമ്പോൾ അതിൽ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അതിൽ 4, 3, 2, 1 എന്നിങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ടേബിളിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നമുക്ക് ഡയഗ്രത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.